നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവള്ളിക്കടവ് പാലത്തിൻ്റെ അവിടെ വരുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ ഫുള്ളായി കണ്ട് ആകെ 2 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇവിടെ വണ്ടികളൊക്കെ പോകാനും വരാനൊക്കെ ആകെ 2 വീലർ 3 വീലറിന് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ 4 വീലർ പോകണമെന്നുണ്ടെങ്കിൽ 2 സൈഡും മിററും തട്ടിയതിന് ശേഷമൊക്കെ പോവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവരെ വർക്കിങ്ങിൻ്റെ സാധനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അവിടെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി വഴിക്ക് വിടാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇതുവഴി പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വഴി ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വഴി പോകാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ അതുപോലെ ഇതിൻ്റെ തൈ പോണതിൻ്റെ താഴെ കൂടെ ഇവർ ചെറിയ പൈപ്പ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ പാലത്തിൻ്റെ സൈഡിലുള്ള വെള്ളം വിടുന്നത്. അതിപ്പോൾ വളരെ ശക്തമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അതുപോലെ നിങ്ങൾ ഇവിടെ നമ്മൾ ഹെവി വണ്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത്രയും തടസ്സങ്ങൾ യാത്ര കൊണ്ട് തടസ്സപ്പെടും. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്ക് വണ്ടികൾ പോകാൻ പറ്റിയ പുതിയൊരു പാലം പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരും മാക്സിമം ആ വഴി പോകാൻ ശ്രമിക്കുക, കാറുകളൊക്കെ. പിന്നെ ഇതിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. വണ്ടിയുടെ മിററും കാര്യങ്ങളൊക്കെ പൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും, അത് തട്ടിയിട്ട്. അപ്പോൾ 2 വീലറും 3 വീലറും മാത്രമാണ് ഇവിടെ അലൗഡ് ഉള്ളൂ. 4 വീലറിൽ വലിയ വണ്ടികൾക്കൊന്നും ഇവിടെ അലൗഡ് അല്ല. പിന്നെ ചെറിയ 4 വീലർ ചെറിയ വണ്ടികൾ ഓട്ടോ പോലത്തെ ഉള്ള വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്കൊക്കെ നന്നായി അടിപൊളിയായിട്ട് നടന്ന് കഴിഞ്ഞ് പോകുന്നുണ്ട്. വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർ തീർക്കാനുള്ള ഇതിൽ തന്നെ നല്ല കോൺക്രീറ്റിൻ്റെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ അടിച്ചിറക്കി അവർ സെറ്റാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടെ യാത്ര ചെയ്യണ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിറക്കൽ ടു വട്ടമ്പാടം വരുന്ന വഴിയുള്ള യാത്രയാണ് കൂടുതൽ തടസ്സപ്പെടുന്നത്. അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ യാത്ര തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവരും വന്നിട്ട് ഈ വഴിയിൽ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ കമൻ്റായിട്ടും ഞാൻ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ലൊക്കേഷന് വരുന്ന ആൾക്കാർ എന്തായാലും അതിന് വേറെ സൊല്യൂഷനായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ മാറി പോവുക. അല്ലാണ്ട് ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങി പോവുക തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിടുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.